ഹായ്, എൻ്റെ പേര് ഷെഹിൻ. കോളേജ് ഓഫ് വെറ്ററിനറി ആനിമൽ സയൻസ് മണ്ണുത്തി തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അങ്ങനത്തെ വീഡിയോ എന്തിനെന്ന് വെച്ചാൽ ഒരുപാട് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്തെങ്ങനെയാണ് കോഴ്സ്, എന്തെയാണ് കോളേജ്, പഠിച്ച സ്കോപ്പ് ഉണ്ടോ, എത്ര റാങ്ക് കിട്ടിയാൽ കോളേജിൽ അഡ്മിഷൻ നേടാം, അതെല്ലാതിനെ പറ്റി മൊത്തത്തിലുള്ള വിവരം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പഠിക്കുന്നത് ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ് ആനിമൽ ഹസ്ബൻഡറി. മൊത്തം 5.5 വർഷത്തെ കോഴ്സാണ്. അതിൽ 1 വർഷം ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബൌട്ട് കോളേജ്. എങ്ങനെയാണ് കോളേജ് എങ്ങനെയുണ്ട്, കോളേജ് വൈബുണ്ടോ, കോളേജ് രസമുണ്ടോ, കോളേജ് പഠിക്കാൻ എങ്ങനെയുണ്ട്, അക്കാഡമിക് പ്രഷറുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി എന്ന ചെറുഗ്രാമമല്ല ടൗൺ, അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരതയിൽ നിൽക്കുന്ന ഒരു ക്യാമ്പസ്, അതാണ് മണ്ണുത്തി ക്യാമ്പസ്. നമ്മുടെ കേരളത്തിൽ ആകെ 2 കോളേജാണുള്ളത്. ഒന്ന് മണ്ണുത്തിയും ഒന്ന് പൂക്കോടും. പൂക്കോട് വയനാട്, മണ്ണുത്തി തൃശ്ശൂരും. ഓക്കെ, കേരളത്തിൽ നല്ല തമിഴ്നാടും കേരളത്തിൽ നമുക്കൊരു പ്രൈവറ്റ് കോളേജ് പിന്നെ അത് വരുന്നില്ല. പിന്നെ പ്രൈവറ്റ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഹരിയാന, പഞ്ചാബ് അവിടെ പോകേണ്ടി വരും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴ്സ് വരുന്നത് മൊത്തം 5.5 years. അതിൽ 1ാമത്തെ വർഷം നമുക്ക് 3 വിഷയം, സെക്കൻഡ് ഇയറിൽ നമുക്ക് 5 വിഷയം, തേർഡ് ഇയറിൽ 7 വിഷയം, ഫോർത്ത് ഇയറിൽ 3 വിഷയം. പിന്നെ പറയുന്നത് ഫീസിനെ പറ്റിയാണ്. ഫീസിന് തുടങ്ങുന്നത് നമുക്ക് 30,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. 30 സ്കോളർഷിപ്പ് എടുത്ത് തിരിച്ച് കിട്ടുകയുള്ളൂ. MCME ഗ്രാൻഡ്സ് ഒക്കെ എല്ലാം ഉണ്ട്. അതിന് വഴി ആ പൈസ തിരിച്ച് കിട്ടും, പേടിക്കേണ്ട. അക്കാഡമിക് പ്രഷർ ഉണ്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, എന്നൊന്നും പഠിക്കണോ, തലേന്ന് പഠിച്ചാൽ മതിയോ? അക്കാഡമിക് പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പഠിക്കാനും ഉണ്ട്. നമുക്കൊരു ആവറേജ് ആയിട്ട് പറയാം. ഒരു ആവറേജ് സ്റ്റുഡൻസിന് പഠിച്ചു പോകുന്ന കോഴ്സേ ഉള്ളൂ. എങ്ങനെയാണ് കോളേജ് സ്ട്രിക്റ്റ് ആണോ? കോളേജ് സ്ട്രിക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഫ്രീഡം ഒക്കെ തരുന്നൊരു കോളേജാണ് നമ്മുടെ കോളേജ്. പോകുന്നവർക്ക് പഠിക്കാൻ പോയതിലും കുഴപ്പമില്ല. ഇയർ ബാക്ക് ആവുന്നുള്ളൂ, വേറെ പഠിക്കാനൊന്നുമില്ല. ഹോസ്റ്റലെ ഫുഡ് അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ സ്കോപ്പ് ഓഫ് ദ കോഴ്സ്. വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണിത്. കാരണം നമ്മുടെ കോളേജിൽ നിന്ന് ആകെ കേരളത്തിൽ 2 കോളേജേ ഉള്ളൂ. കോളേജിലാണ് ഇറങ്ങുന്ന മൊത്തത്തിൽ 245 പേരാണ് ഒരു വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അറിയുന്ന സീനിയേഴ്സ് എല്ലാവർക്കും ഓരോ ജോലി വെച്ച് അവർ പോകുന്നുണ്ട്. ജോബ് എല്ലാവരും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട, സ്കോപ്പൊക്കെ ഉള്ളൊരു കോഴ്സ് തന്നെയാണ് PVSC എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് കോളേജ് വന്ന് നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആകുമ്പോൾ കോഴ്സ് നിർത്തി പോകാൻ പറ്റും. കോഴ്സ് നിർത്തി പോകാൻ പറ്റും, പക്ഷേ നമുക്ക് ബോണ്ട് അടയ്ക്കേണ്ടി വരും. നല്ലൊരു എമൗണ്ട് വരും, അത് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും ബോണ്ടായിട്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് തൃശ്ശൂർ കയറിയത് 4,000 താഴെയുള്ളവർക്ക് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. 5,000 താഴെ പൂക്കോട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പഠിച്ച സമയത്തൊക്കെ 550+ ഈസ് ഇനഫ്. അത് മിനിമം 620+ എങ്കിലും വേണ്ടി വരും. ഒരു 630+, 620+ ആയിരിക്കും സേഫ് സോൺ എന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇനിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റയിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കി പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ബൈ.